Hello guys, welcome back to Inner Quest. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ന്യൂസിലാൻഡ് സീരീസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഡേയിലേക്ക് കടക്കാം. ദിസ് ഈസ് ഡേ 4 ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് വയർട്ടപ്പോ തെർമൽ വണ്ടർലാൻഡ് ആണ്. ഈ കാണുന്നത് ഈസ് കോൾഡ് ദ ഗ്ലേഡിനോക്സ് ഗീസർ. ഗീസറിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഈ കാണുന്നത് ഇൻഡ്യൂസ്ഡ് ഇറപ്ഷൻ ആണ് കേട്ടോ. ഇത് നാച്ചുറലിയും ഇറപ്റ്റ് ചെയ്യും, പക്ഷേ ഡെയിലി ഇവർ 10-15 ജസ്റ്റ് ഫോർ ദ വിസിറ്റേഴ്സ് ഇവർ ഇതിലൊരു സർഫിക്റ്റഡ് ഇട്ടിട്ട് ഇറപ്ഷൻ ഇൻഡ്യൂസ് ചെയ്യും. പണ്ട് ഇതിൻ്റെ അടുത്തൊരു പ്രിസൺ ഉണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ഏരിയ ഹോട്ട് സ്പ്രിംഗ് ആയിരുന്നു. അപ്പോൾ പ്രിസണേഴ്സ് അവർക്ക് കുളിക്കാനും അവരുടെ ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാനും ഈ ഹോട്ട് സ്പ്രിങ്സിലെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ബൈ ആക്സിഡൻറ്റ് ഒരു പ്രിസണറിൻ്റെ അടുത്ത് നിന്ന് അവരുടെ സോപ്പ് ഈ വെള്ളത്തിലേക്ക് വീണു. സോ ദാറ്റ് ചേഞ്ച് ദ സർഫസ് ടെൻഷൻ ഇൻ ദ വാട്ടർ ആൻഡ് അത് ഇറപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് ഹൗ ഇവർക്ക് മനസ്സിലായത് ഇത് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് വയർട്ടപ്പോ തെർമൽ വണ്ടർലാൻഡിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യണം. അപ്പം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു മാപ്പ് തരും ആൻഡ് ഓൾസോ ഞങ്ങളെ കയ്യിൽ സ്റ്റാമ്പ് ചെയ്ത് തരും. ആൻഡ് ഈ മാപ്പിൽ മോസ്റ്റ്ലി അവിടെയുള്ള എല്ലാ മെയിൻ സ്പോട്ട്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മഡ് പൂൾസ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇറ്റ്സ് എ ഹോട്ട് സ്പ്രിങ്. പക്ഷെ വെള്ളം കുറവായതുകൊണ്ടാണ് ഈ ബബ്ലിംഗ് പോലെ ആവുന്നത് മഡ്. ഇവിടെയുള്ള എല്ലാ മെയിൻ അട്രാക്ഷൻസിനും മാവോരി നെയിംസ് ആണ് കേട്ടോ. സോ ദിസ് വൺ ഈസ് മഹങ്ക റുവ. ഐ ഹോപ്പ് ഐ എം പ്രൊനൗൺസിങ് ഇറ്റ് കറക്റ്റ്ലി. സോ ഇത് ബേസിക്കലി ഗ്രൗണ്ട് കൊളാപ്സ് ചെയ്തതാണ്. അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള അസിഡിക് സ്റ്റീം കൊണ്ട് മോൾ ഭാഗം ഫുൾ കൊളാപ്സ് ചെയ്തിട്ട് പോയതാണ്. ആൻഡ് ഈ യെല്ലോ ഗ്രീനിഷ് കളേഴ്സൊക്കെ സൈഡിൽ ഇങ്ങനെ കാണുന്നത് വോൾക്കാനിക് വേപ്പേഴ്സ് ആണ്. This is the third stop, Thunder Crater. As the name says, initially ഇതുണ്ടായ സമയത്ത് നല്ല തണ്ടർ സൗണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ പേര് അവരിട്ടത്. This is called the Artist Palette. Again ഈ ഹൈഡ്രോതെർമൽ ഇറപ്ഷനും ഡിഫറെൻറ്റ് മിനറൽസും കൊണ്ടാണ് ഇതിങ്ങനെ. ആൻഡ് they say this doesn't look the same more than 2 days. ഈ തെർമൽ വണ്ടർലാൻഡ് വിസിറ്റ് ചെയ്യാൻ മെയിൻലി അട്രാക്ട് ചെയ്തത് is this particular attraction, the champagne pool. ഹൈഡ്രോതെർമൽ ഇറപ്ഷൻ കൊണ്ട് കുറേ കാലം മുന്നേ ഒരു 900 years മുന്നേ ഫോം ചെയ്തതാണ് ഈ ഹോട്ട് സ്പ്രിങ് കേട്ടോ. ഈ ബബ്ലിംഗ് ഷാമ്പെയിൻ ഉണ്ടാവില്ലേ, അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ജിയോതെർമൽ ആക്ടിവിറ്റി കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പേര് ഷാമ്പെയിൻ പൂൾ എന്ന്. ആൻഡ് ഇതിനൊരു 62 meters ഡെപ്ത് ഉണ്ട് ആൻഡ് ഒരു 65 meter ഇതിൻ്റെ ഡയമീറ്ററുമാണ്. ആൻഡ് ഈ ഓറഞ്ച് കളർ കണ്ടോ ഇതിൻ്റെ സൈഡിലുള്ള, അത് ഈ ഡെപ്പോസിറ്റ്സ് ഓഫ് ആർസനിക് ആൻഡ് ആൻറ്റിമണി സൾഫേറ്റ്സ് ആണ്. ഇവിടെ ഇങ്ങനെ കുറേ സിമിലർ അട്രാക്ഷൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അധികം ഞങ്ങൾ വീഡിയോസ് ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഈ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം.
കാണുന്ന ലേക്കിൻ്റെ പേര് ഇസ് ലേക്ക് നക്രു. വെള്ളം നല്ല വാം ആണ്, അതുകൊണ്ട് തന്നെ ആൽഗേസിന് നല്ലോണം അടിയിൽ വളരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലേക്കിന് ഈ ഒരു ഗ്രീൻ കളർ. ഈ ക്രേറ്ററിൻ്റെ അടിയിലുള്ളത് ബോയിലിംഗ് ഹോട്ട് മഡാണ്. അവിടെ നിൽക്കുമ്പോൾ ആ ബോയിലിംഗ് ഹോട്ട് മഡിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവർ ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സൗണ്ട് അവർ റെക്കോർഡ് ചെയ്തിട്ട് ലോർഡ് ഓഫ് ദ റിങ്സിൽ കുറേ സീൻസ് ഇൻ മോഡറിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട് ഇവരത്. And this is the last one, 23 Roto Karikita. ഷാൻപെയിൻ പൂളിലെ എക്സസ് വാട്ടർ കൊണ്ടാണ് ഈ ക്രേറ്റർ ഇങ്ങനെ ഫില്ലാവുന്നത്. ഇതിലുള്ള മിനറൽസ് കൊണ്ട് സൺലൈറ്റ് റിഫ്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതിലുള്ള ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറുങ്ങനെ നല്ലൊരു റെയിൻബോ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡബിൾ റെയിൻബോ. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ടൊഗറീറോ നാഷണൽ പാർക്കിലാണ് കേട്ടോ. ഇതൊരു 9 hours ഹൈക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല, സോ വി കുഡ്ന്റ് ഡു ഇറ്റ്. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ന്യൂസിലാൻഡ്. യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്ത വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഓഫ് മിക്സ്ഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ വാല്യൂസ് ആണിത്. ഇവിടെ 3 ആക്റ്റീവ് വോൾക്കനോസും കുറേ എക്സ്റ്റിങ് വോൾക്കനോസും ഉണ്ട്. വേറെ ഒരു മെയിൻ അട്രാക്ഷൻ ലോർഡ് ഓഫ് ദ റിംഗ് മൂവീസിലെ മേജർ സീൻസ് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. Sam walking towards the active volcano in a hope to extinguish it with a bottle of water. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഞങ്ങൾ പോയി, പക്ഷേ വോൾക്കനോസ് ഒക്കെ നല്ല ദൂരമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല, ലൈക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ജസ്റ്റ് വാക്കിംഗ് ട്രെയിൽ പോലെയായിരുന്നു കുറേ ഭാഗം. സോ ഞങ്ങൾ തിരിച്ചു നടന്നു. ഇത് ടോപ്പോയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇസ് ദ ഹുക്ക ഫാൾസ്. ആക്ച്വലി ന്യൂസിലാൻഡിൽ തന്നെ മോസ്റ്റ് വിസിറ്റഡ് നാച്ചുറൽ അട്രാക്ഷൻ ആണ് ഹുക്ക ഫാൾസ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹുക്ക ഫാൾസിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് നോ ഡ്രോൺസ് എന്നാണ്. അത് ഞാൻ ഇവന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഒരാൾ നല്ല സങ്കടത്തിലായിരുന്നു അത് കണ്ടിട്ട്. ബിക്കോസ് ഇവൻ മെയിൻലി ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഡ്രോൺസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ബട്ട് എന്നാലും ഞങ്ങൾ വേറെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു ഹുക്ക ഫാൾസ് ഫേസ് ചെയ്തിട്ട്. അവിടെ നിന്ന് നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. അതാണ് നിങ്ങൾ ഈ മെയിൻലി ഞങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കാണുന്ന വീഡിയോ. ന്യൂസിലാൻഡിൻ്റെ ലാർജസ്റ്റ് ലേക്കായ ലേക്ക് ടോപ്പോയിലെ വെള്ളമാണ് ഇതിലേക്ക് ഒഴുകി വരുന്നത്. ആൻഡ് ദേ സേ എവറി സെക്കൻഡ് ഓവർ 220,000 liters ഓഫ് വാട്ടർ ഫോൾ ഓവർ ദ എഡ്ജ് ഓഫ് ദ വാട്ടർഫോൾ. ഈ വെള്ളത്തിന് നല്ലൊരു ലൈറ്റ് മിൽക്കി ബ്ലൂ കളറാണ്. ഈ വീഡിയോസിലും ഫോട്ടോസിലും ആ കളർ എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയില്ല, ബിക്കോസ് നേരിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. ഈ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള മിനറൽ കണ്ടന്റ് കാരണം സ്കൈൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലേക്കിന് ഇത്രയും നല്ലൊരു ലൈറ്റ് ബ്ലൂ കളർ. ഇവിടുത്തെ മയോറി ലാംഗ്വേജിൽ ഹുക്ക മീൻസ് ഫോം. ഹുക്ക ഫാൾസ് കാണണമെങ്കിൽ യു ക്യാൻ ഫ്ലൈ അബൌവ് ദ ഹുക്ക ഫാൾസ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ യു ക്യാൻ വാക്ക് അക്രോസ് ദ ബ്രിഡ്ജ്. ഇവിടെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഹുക്ക ഫാൾസ് ഡിഫറെൻറ്റ് ആംഗിൾസ് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
പക്ഷേ ഹുക്ക ഫോൾസിൻ്റെ അത്രയും ക്ലോസർ പോയിന്റിൽ ദ ഓൺലി വേ ഈസ് ടു ടേക്ക് ദ ഹുക്ക ഫോൾസ് ജെറ്റ് ബോട്ട്. So that's all for day 4 and day 5 in New Zealand. Hope you guys enjoyed this video. ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. സോ ഡു കീപ്പ് ആൻ ഐ ഫോർ ദാറ്റ്. ഞങ്ങളത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇഫ് യു ഹാവൻ ഡൺ ഓൾറെഡി ആൻഡ് ഡു ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ ബട്ടൺ. See you guys in our next video. Bye.